നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഞാൻ ദൃശ്യ. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ചെമ്പേരിക്കയാണ്. കാസർഗോഡ് ചെമ്പേരിക്ക കാസിയുടെ പടം അല്ലേ? കാസിയുടെ പടം അല്ലേ? എത്ര വർഷമായി ഇങ്ങനെ മരിച്ചിട്ട്? എത്ര? 15 വർഷം. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കായി എല്ലാവരും ഇവിടെ ചിത്രകാരന്മാർ ചിത്രം വരയ്ക്കുകയാണ്. ഒരു വലിയ സംഭവം തന്നെയാണ്. ഇന്ന് വരെ ആ കേസിനൊരു തുമ്പ് കണ്ടെത്താൻ പറ്റാത്ത ഏക ഒരു കേസായി മാറുന്നുണ്ട്. ഇത് ചെമ്പരിക്കയാണ്. ഇതിനൊരു പ്രത്യേകത ഇവിടെ പണ്ടുതൊട്ടേയുണ്ട്. കാസർഗോഡ് ചെമ്പരിക്ക എന്ന് പറയുന്ന സ്ഥലം, അതായത് ഖാദിമാരുടെ ഒരു 2-3 തലമുറകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചെമ്പരിക്ക ഖാസി CM അബ്ദുള്ള മുസ്ലിയാർ 2010 ഫെബ്രുവരി 15 ആ ഒരു ദിവസം അദ്ദേഹം ഇവിടുന്ന് ഈ കാസർഗോഡ് ഈ ചെമ്പരിക്ക ഈ കല്ലിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന്റെ തലയെക്കെട്ടും ബടിയും എല്ലാം ഇവിടെ വെച്ച് ഈ കടലിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതശരീരം കിട്ടുകയും അതിനെപ്പാട് ഒരുപാട് അന്വേഷണങ്ങളും കാര്യങ്ങളും മറ്റും വന്നു. ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് മുറവിളി കൂട്ടിയെങ്കിലും CBI മറ്റുള്ള എല്ലാ അന്വേഷണങ്ങളും കേസന്വേഷിച്ച് അദ്ദേഹത്തിന്റെ കൊലപാതകം കണ്ടെത്താൻ പറ്റാത്ത ഏക ഒരു കേസാണ് ചെമ്പരിക്ക ഖാസിയുടേത്. ഇപ്പോഴും ആ ഓർമ്മക്കായി പലവരും പല അന്വേഷണത്തിനും ആവശ്യപ്പെടുകയും ഇന്ന് വരെ അത് കണ്ടെത്തി കൊലപാതകയെ കണ്ടെത്താനോ അല്ലെങ്കിൽ എന്താണ് ഈ മരണകാരണമെന്ന് കണ്ടെത്താനോ കഴിയാതെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം അദ്ദേഹം ഈ കടലിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹത്തിന് നടക്കാനോ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നടന്ന് 1 കിലോമീറ്റർ ദൂരത്തേക്ക് നടന്നു വന്ന് ഇതിന്റെ മേലെന്ന് താഴേക്ക് ചാടാനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലെന്ന് 100% ഉറപ്പാണ്. പിന്നെ എങ്ങനെയാണ് ഈ മരണമുണ്ടായി എന്നത് ഒരു വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. എല്ലാ അന്വേഷണങ്ങളും മാറ്റി നിർത്തി. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മരണത്തിനെ കുറിച്ച് ഒരു വിവരവും നമുക്കിപ്പോൾ ലഭ്യമല്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചിത്രം വരക്കലും പലതും ഇപ്പോൾ ഇവിടെ ചെമ്പരിക്കയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, ഇതൊന്ന് കൃത്യമായി ഇന്നും ഈ കേസിന്റെ ഒരു തുമ്പ് കിട്ടാതെ ഏക കേസായി നിലനിൽക്കുന്നു. ഓക്കെ.